Next question, the back EMF of a DC motor depends upon back EMF. Back EMF ന്റെ expression നമുക്കറിയാം അല്ലേ? Back EMF is equal to 5Zn divided by 60 into P divided by A ആണ് ഒരു മോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക് EMF ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ബാക്ക് EMF എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഫീൽഡ് ഫ്ലക്സ്, ബാക്ക് EMF ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇനി ഷേപ്പ് ഓഫ് കണ്ടക്ടർ, കണ്ടക്ടറിന്റെ ഷേപ്പിന് എന്തെങ്കിലും ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടോ? അല്ല, നമുക്കിവിടെ ഫ്ലക്സ് ഉണ്ട്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഉണ്ട്. അല്ലാതെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബ്രഷ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ എ ഫീൽഡ് ഫ്ലക്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം EB എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. അതുകൊണ്ട് ഫീൽഡ് ഓപ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? നിങ്ങളൊന്നും നോക്കില്ല, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വരിക്കുക. നമ്മൾ ജനറേറ്ററിന്റെ ജനറേറ്റിംഗ് അല്ലെങ്കിൽ EMF ഇക്വേഷൻ പഠിച്ചു, സെയിം തന്നെയാണ് നമ്മുടെ ബാക്ക് EMFലും വരുന്നത്. ബാക്ക് EMF എന്ന് വെച്ചാൽ ജനറേറ്റിംഗ് ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണല്ലോ. സോ 5Zn/60 into P/E ആണ് ബാക്ക് EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, ഇലക്ട്രോലൈറ്റ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, ഏരിയ ഓഫ് പ്ലേറ്റ്സ് ഇൻസൈഡ് ദ ഇലക്ട്രോലൈറ്റ്. ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡിന്റെ, ഇപ്പം നമ്മൾ ഇലക്ട്രോഡിന്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്? ഇലക്ട്രോഡിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് മെയിൻ ആയിട്ട് EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇലക്ട്രോഡിന്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏരിയ ഷേപ്പിനെയോ സൈസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഇലക്ട്രോലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ കോൺസെൻട്രേഷൻ മുതലായ ഫാക്ടേഴ്സിനെയാണ് ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് നെയ്തർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ഇലക്ട്രോഡിന്റെ ഷേപ്പിനെയോ സൈസിനെയോ ഏരിയനെയോ ഇതിനൊന്നും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? EMF ഓഫ് എ സെൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി ഇലക്ട്രോലൈറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഇസ് ഇൻ ടു ഫേസ് സിസ്റ്റം ദ ഫേസ് വിൽ ഡിഫർ ബൈ ആൻ ആംഗിൾ ഓഫ് ഓപ്ഷൻസ് എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 360 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി 45 ഡിഗ്രി. നമുക്കറിയാം ഒരു ടു ഫേസ് സിസ്റ്റത്തിൽ രണ്ട് വോൾട്ടേജും ഡിഫർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രീ ഫേസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാം നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? ത്രീ ഫേസ് സിസ്റ്റത്തിലെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ടു ഫേസ് സിസ്റ്റത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ, 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, thermocouple work on which of the following effects? Thomson effect, Peltier effect, Seebeck effect, Joule effect. തെർമോകപ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തെർമോകപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രണ്ട് ഡിസിമിലർ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഡിസിമിലർ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ രണ്ട് ജംഗ്ഷൻ ഉണ്ടാക്കും അല്ലേ? ഇനി രണ്ട് ജംഗ്ഷൻ ഞാൻ എൻ്റെ രണ്ട് ടെമ്പറേച്ചറിൽ വെക്കുവാണെങ്കിൽ, ഒരു ജംഗ്ഷൻ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും ഒരു ജംഗ്ഷൻ T2 എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലേ? സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീബക്ക് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. When two dissimilar metals are joined to form two junctions, and if the two junctions are kept in a different temperature, then EMF will be induced in the system അല്ലേ? സോ അതിനെയാണ് നമ്മൾ സീബക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും, സീബക്ക് എഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ പാരലൽ ഓപ്പറേഷൻ ദ ജനറേറ്റേഴ്സ് നോർമലി പ്രിഫേർഡ് ആർ. അതായത് പാരലൽ ഓപ്പറേഷൻ നമ്മൾ എടുക്കുമ്പം എപ്പോഴും പാരലൽ ഓപ്പറേഷന് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മോട്ടർ സെലക്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കറിയാം ഇതിലിപ്പോൾ സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ അതൊരു ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ പാരലൽ ഓപ്പറേഷന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജനറേറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും? ഷണ്ട് ജനറേറ്റർ ആയിരിക്കും. ബിക്കോസ് ഷണ്ട് ജനറേറ്ററിന് നമുക്കറിയാം അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അതൊരു സ്ലൈറ്റ്ലി ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസി ആയിരിക്കും. പക്ഷെ നമ്മളൊരു
സീരീസ് ജനറേറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ സീരീസ് ജനറേറ്ററിന്റെ എന്താണ് റൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ സീരീസ് ജനറേറ്റർ പാരലൽ ഓപ്പറേഷനിൽ നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ആ സമയത്ത് നമ്മൾ ഈക്വലൈസർ റിംഗ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് പാരലൽ ഓപ്പറേഷൻ സമയത്ത്. ഏതിന്റെ കേസിൽ? സീരീസ് ജനറേറ്ററിന്റെ കേസിൽ. പക്ഷേ ഷണ്ട് ജനറേറ്ററിന്റെ കേസിൽ എന്താണ്? ഈ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, കാരണം അതിനൊരു ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വേറെ സീരീസ് ജനറേറ്ററിന് എന്താണ്? റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ കോമ്പൗണ്ട് മെഷീൻ്റെ നോക്കുമ്പോൾ അതിന്റെ ലെവൽ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് ലെവൽ കോമ്പൗണ്ടഡ് ആണോ, അണ്ടർ കോമ്പൗണ്ടഡ് ആണോ, ഓവർ കോമ്പൗണ്ട് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നമുക്ക് കോമ്പൗണ്ട് മോട്ടറിന്റെ ഒരു പാരലൽ ഓപ്പറേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഡയറക്റ്റ്ലി ഒരു കോമ്പൗണ്ട് മോട്ടറിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി, ഷണ്ട് ജനറേറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്.